എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുവാണ്. വേറൊന്നുമല്ല കേട്ടോ, സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ചടങ്ങ് അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. ഞാനേ സാധാരണ പുട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഗോതമ്പ് ചപ്പാത്തി, അങ്ങനത്തെ അറിയാമല്ലോ. എൻ്റെ വീഡിയോ മുന്നേ കണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഞാൻ അങ്ങനത്തെ ഒരു ഫാനായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു മാറ്റമായിരിക്കാം അല്ലേ. നോക്കാം. ഭയങ്കര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. എങ്കിലും റെഗുലറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും, പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, ഓയിലും കാര്യങ്ങളൊക്കെ വേറെ പുറത്തത്തെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതല്ല. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ ഞാനിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഓയിൽ ഒഴിച്ചു. ഞാൻ ഓയിൽ യൂസ് ചെയ്ത ഒലീവ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലോ വാട്ട് എവർ യു വാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് നമ്മൾ അതിലേക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് ഗാർലിക്കും പിന്നെ കുറച്ച് നമ്മൾ സവാളയും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ സോട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്തോ. ഞാൻ ഉപ്പ് അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല കേട്ടോ, എനിക്ക് അധികം ഉപ്പ് എനിക്ക് ഇഷ്ടമല്ല. കറികളിലാണെങ്കിലും എന്തിലാണെങ്കിലും ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ല, അത് നല്ലൊരു കാര്യമാണെന്ന് എന്നോടൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ചെക്ക് ചെയ്യാൻ പോയപ്പം. പക്ഷേ എനിക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ടിട്ട് ഒട്ടും കുറയ്ക്കരുതെന്നും പറഞ്ഞു പുള്ളിക്കാരൻ ആ സെയിം ടൈമിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രം, വളരെ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഉപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ കഥയിലോട്ട് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ നമ്മളുടെ ആ ഒരു സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനിലേക്കും ഗാർലിക്കിലേക്കും നമ്മൾ ആവശ്യത്തിന് വെജിൻ്റെ മസാല ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മളുടെ ഹീറോ പനീറാണ് കേട്ടോ നമ്മൾ ഇന്നും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ പനീർ വേണ്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, എഗ്ഗ് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യും. വെജിറ്റബിൾസ് ആഡ് ചെയ്യണോ അത് ആഡ് ചെയ്യാം, ഞാനിപ്പോൾ കയ്യിലുള്ളത് പോലെ ആഡ് ചെയ്യണോ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ മറ്റേ മുളകില്ലേ, നമ്മുടെ ചതയം മുളക് പൊടിച്ചത്, അതും കൂടി നമ്മളൊന്ന് കുറച്ച് അത് ആവശ്യത്തിന് കേട്ടോ. അത് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ അത് വേണ്ട, ഞാൻ അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തീ കുറച്ചിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ കത്തിപ്പോവും. അങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് അധികം അങ്ങോട്ട് വേവേണ്ട, ഒരു ഡീപ്പായിട്ട് വേണ്ട, ഷാലോ ആയിട്ട് മതി കേട്ടോ. അപ്പം നമ്മളുടെ മസാല അപ്പം തയ്യാറായി. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ മൈദ കൊണ്ടിട്ടുള്ള ദോശ. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ബോറിംഗ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നിരുന്നാലും രസമല്ലേന്നേ, ഒന്ന് കൂടിക്കോന്നേ എൻ്റെ കൂടെ. അതിനുശേഷം പിന്നെ നമ്മളുടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, നമ്മളുടെ ഈ മൈദ, അതായത് എന്താ പറയുക, മൈദ ദോശയിലേക്ക് നമ്മളൊന്ന് ചീസ് സ്ലൈസ് ഒരെണ്ണം ഞാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ, നല്ല ഭദ്രമായിട്ട് അവനെ ഒരു പോക്കറ്റ് രീതിയിലൊന്ന് മടക്കി ഒത്തിക്കി അടച്ച് വെക്കണം. അതിത്തിരി ടാസ്ക് ആയിരുന്നു കേട്ടോ, അത് നിസ്സാരമല്ല അത്. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഞാൻ കണ്ട വീഡിയോയിൽ പുള്ളിക്കാരൻ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇത്തിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. അത് ഇടയ്ക്ക് നീങ്ങിപ്പോവും, എന്നാലും ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധം ഒതുക്കി മടക്കി അടക്കിയൊക്കെ വെച്ചായിരുന്നു. പിന്നെ മൈദ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യ രീതിയിൽ ഒട്ടുമല്ലോ. ഗോതമ്പൊക്കെ ആയിരുന്നെങ്കിൽ എളുപ്പത്തിന് ഒട്ടില്ല, മൈദ ഒട്ടുന്നതുകൊണ്ട് പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ അധികം വലിപ്പിച്ചില്ല, ഓക്കെ. എന്നാലും ഹൈലി പ്രൊഫഷണൽ മോഡലൊന്നുമല്ല, നമ്മളുടേതായ രീതിയിൽ. എന്നിട്ട് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ പോക്കറ്റായിട്ട് ഇങ്ങനെ അടച്ച് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനിൽ നമ്മളൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ പാനിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരം, ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോഴേക്കും ആ ചീസ് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വരുന്നൊരു പരിവാവും. മറ്റേ മൊസില്ല ചീസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചീസിൻ്റെ കുഞ്ഞു പീസസ് ഇല്ലേ, അതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ ച്യൂവി പോലെ ആയിരിക്കും. പക്ഷേ ഇത് അത്ര വന്നില്ല, എന്നിരുന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടില്ല, അപ്പം നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട നമ്മളുടെ ദേശീയ ഭക്ഷണമാണല്ലോ. കുറച്ച് നേരത്തിന് മുന്നേ ഞാനൊരു മുട്ടയും ആൽമണ്ടും കഴിച്ചതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് എന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യമേ തന്നെ മുട്ടയും പിന്നെ 5 ആൽമണ്ടും ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിതേ കണ്ടോ, ഇതിങ്ങനെ 2 പീസസ് ആയിട്ട് എടുക്കുക. 2 പീസസ് ആയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക. എന്താ ഒരു രുചി, നല്ല രസമായിരുന്നു കേട്ടോ. പനീർ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, അതിന് പകരം നമ്മൾ മറ്റേ എന്താ പറയുക,
നമ്മളുടെ മുട്ടയാണെങ്കിൽ അത് കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സിമ്പിളല്ലേ, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് മാറുന്നേ. വേറെ ഒന്നല്ല, ഈ സിങ്കിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ അപ്പപ്പോഴുള്ള പാത്രങ്ങൾ ഇപ്പം അപ്പം തന്നെ കഴുകി വെക്കാറുണ്ട്, ഞാൻ കൂട്ടിയിടത്തില്ല. അപ്പോൾ ഇവക്കുട്ടി സ്കൂളിലൊക്കെ പോയി, അപ്പോൾ ഉള്ള അവളുടെ ചോറ് വെച്ച കുക്കറും കറികളുടെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ കഴുകി വെക്കും. നമ്മളിപ്പം കഴിച്ച ഫുഡിൻ്റെയാണ്. അതുകൊണ്ടിട്ട് എന്താ പറയുക, മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴഞ്ചൊല്ല് ഇപ്പം ഞാൻ എടുക്കുന്നില്ല, എല്ലാം അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ സിങ്കിലെ മാക്സിമം പാത്രങ്ങൾ ഞാൻ കൂട്ടിയിടാറില്ല കേട്ടോ, കാരണം വേറെ ആരെയും കഴുകാനില്ല. ഇവിടുത്തെ ജാനുവും അതേപോലെ തന്നെ എന്താ പറയുക മാഡവും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ ചെയ്യേണ്ടേ, വേറെ ആരും ചെയ്യാനില്ല, അപ്പം ഞാൻ തന്നെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനിയിപ്പം നമ്മളതെല്ലാം കൊണ്ടൊന്ന് പുറത്ത് വെക്കണം. ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും മഴയുണ്ടെന്ന് തോന്നണം അല്ലേ, കാലവർഷം തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ നമ്മളുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ഡ്രൈ ആവട്ടെ, എങ്കിൽ മാത്രമല്ലേ നമുക്കത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ. വെറ്റായിട്ടുള്ള പാത്രങ്ങൾ ഉടനടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല. അങ്ങനത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴുകി ഞാൻ പുറത്ത് വെച്ചു കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ബാക്ക് സൈഡ് അലമ്പാണ്, ബാക്കിലെ വർക്ക് ഏരിയ അലമ്പാണ്. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുകയും ചെയ്യും. അപ്പം നമ്മൾ അതുകൊണ്ടൊരു ഡബിൾ സീലിംഗ് കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. ഇപ്പോഴല്ല, പിന്നീട് നമുക്കത് ചെയ്യാം. ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ സാമിനോട് പറഞ്ഞു അതും കൂടി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു കാറ്റടി ഉണ്ടാവാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ലേ, നമ്മളുടെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് അല്ല കേട്ടോ, എൻ്റെ വേസ്റ്റാണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് പറക്കാൻ ഇതുവരെ ഹരിതകർമ്മ ചേച്ചിമാർ വന്നിട്ടില്ല, പകുതിയായി. പക്ഷേ ഇവിടുത്തെ ചേച്ചിമാരിപ്പം നല്ല എന്താ പറയണത്, എല്ലാം കൊണ്ടുപോകും. അങ്ങനെ ചേച്ചിമാർ മാറ്റിയിടത്തില്ല. പക്ഷേ കറക്റ്റ് അല്ല, ചേച്ചിമാരെ ഞാൻ പറയത്തില്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻ്റ് ആണത്, നമ്മുടെ സിസ്റ്റം, അല്ലാണ്ട് ചേച്ചിമാരുടെ കംപ്ലയിൻ്റ് അല്ല. അപ്പം എനിക്ക് കുറച്ചിങ്ങനെ സാനിറ്ററി നാപ്കിനും കാര്യങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നു. അല്ലെങ്കിൽ നല്ല വെയിൽ മൂക്കണ സമയമാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല മക്കളെ, നിൽക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം ഞാനൊരു 9:30 ആയപ്പോഴൊക്കെ ഞാൻ വന്നു കേട്ടോ. എല്ലാം കത്തിച്ച് അതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയും ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇതിലാണ് ഇൻസിൻറേറ്റർ ഉള്ളതുകൊണ്ട് ഭയങ്കര ലാഭമാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പിന്നെ പഞ്ചായത്തിൽ ഒരിക്കലും സാനിറ്ററി നാപ്കിനൊന്നും എടുക്കില്ല, അത് നമ്മൾ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ട രീതി കണ്ടുപിടിക്കണം. വേറെ രക്ഷയില്ല, വേറെ ഓപ്ഷനില്ല. എന്ത് പറയാനാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം, വേറെ ഒന്നിൻ്റെയും പ്രശ്നമല്ല. അങ്ങനെ നമ്മളുടെ അത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് സാം പറയാറുണ്ട് അല്ലാത്ത വേസ്റ്റുകൾ കുറച്ച് വെച്ചെടുത്ത് കത്തിക്കാൻ. പക്ഷേ എനിക്ക് സമയമില്ല, അതൊക്കെ പഞ്ചായത്തിന് ആൾക്കാർ തന്നെ ഒന്ന് എടുത്തോട്ടെ. ഇത് കണ്ടില്ലേ, മഴ പെയ്യോ, എന്ത് ഭംഗിയല്ലേ, എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കോമ്പൗണ്ട്. പുതിയതായിട്ട് ഉള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു വില്ല കോമ്പൗണ്ട്. പുറകെ ഈ കാണുന്ന ആൾ നമ്മുടെ പറക്കും തളിക വില്ല എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. കാരണം അത്രയും പൊടി തെറിപ്പിച്ചിട്ടാണ് ഈ വില്ല കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് മൊത്തം അലങ്കോലമാക്കുന്നത് ഈ ഒരൊറ്റ വില്ലയാണ്. അപ്പം ഞാൻ ഈ വില്ലയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നതാണ് പറക്കും തളിക വില്ല. അപ്പം അത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അലക്കാൻ പോവാം. അലക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ കുറച്ച് അലക്കാമെന്ന് വരും. നല്ല അടിപൊളി വെയിലുണ്ട് കേട്ടോ മുകളിൽ. നമ്മുടെ ഇവക്കുട്ടിക്ക് ചില കൃത്രിമ പണികളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടില്ലേ, എവിടെയോ മഷി വീണിട്ട് അത് തുടച്ചിട്ട് അത് കഴുകിയിട്ട് ആ മഷി എല്ലാം കളഞ്ഞിട്ട് അതേ ബക്കറ്റിലിട്ടിരിക്കുന്നു. അതുകൊണ്ടിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റിയത്. അതുകൊണ്ട് കുറച്ച് യൂണിഫോമും വൈറ്റൊന്നും ഇട്ടിട്ടില്ല ഞാൻ, ഈ മഷി ആയാലോ എന്ന് പേടിച്ചിട്ട്. ഇങ്ങനത്തെ ചില കുരുത്തം കിട്ട പണികൾ എൻ്റെ മൂത്ത കുട്ടിക്കുണ്ട്. എന്നിട്ട് ഒന്നും അറിയത്തില്ല, ഞാൻ അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കും. അവൾക്ക് ഫോൺ അഡിക്ഷനൊന്നുമല്ല, ഇങ്ങനത്തെ ചില പരീക്ഷണ നിരീക്ഷണങ്ങളാണ്. കുറേ പണി കിട്ടിയിട്ടുണ്ട്, എന്നാലും പഠിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം നമ്മൾ അലക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. നമ്മളുടെ ഈ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മടി കൂടിയെന്നേ, അലക്കലാണ് കേട്ടോ. പക്ഷെ അലക്കിയത് മടക്കി വെക്കണ്ടേ, ഒരു കുന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയും നിറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം നമുക്കതൊക്കെ പതിയെ മടക്കാം. ഒരുമിച്ച് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഈ വൈകുന്നേരം ആകുമ്പോൾ തൊട്ട് എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളിലും വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഞാൻ തിരക്കിലായിരിക്കത്തുള്ളൂ. അപ്പം എനിക്ക് പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഞാനൊരു മൾട്ടി ടാസ്കർ അല്ല, അത് തന്നെയാണ് പ്രശ്നം. ശരിക്കും മൾട്ടി ടാസ്ക് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയുക, അവർ ശരിക്കും നമ്മൾ വന്നിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരു ഒറ്റ സമയത്ത് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നേരം പണി ചെയ്താൽ പിന്നെ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും, അരമണിക്കൂർ പണി ചെയ്യും, പിന്നെ 2 മണിക്കൂർ റെസ്റ്റ്. ഇതാണ് എൻ്റെ പോളിസി. അങ്ങനെ തന്നെ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ രൂപത്തിൻ്റെ നമ്മളുടെ സ്റ്റാറ്റൂസൊക്കെ ഒന്ന് ഏകദേശം പൊടി വന്നിരിക്കുന്നു കേട്ടോ. അതിലൊക്കെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മോർണിംഗ് പ്രെയർ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ജീസസ് ക്രൈസ്റ്റിൻ്റെയും പിന്നെ ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ രൂപത്തിലൊക്കെ ചെറിയ പൊടി വന്നിരിക്കുന്നു.
അപ്പം ഞാനൊന്ന് അവരെയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. കാരണം പൊടിയായിട്ടിരിക്കുമ്പം അത് നമുക്ക് കൊള്ളത്തില്ലല്ലോ, ഒരു ശകനക്കേടല്ലേ. അപ്പോൾ അത് കൊണ്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാമെന്ന് കരുതി. പിന്നെന്താ, ഇന്നലെ ഞാൻ വൈകിട്ടേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവരുടെ ഡിപ്രഷൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ശരിക്കും വളരെയധികം എന്താ പറയണത്, ഒട്ടും ഒരു എന്താ പറയുക, ഒട്ടും കറക്റ്റായിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 30 years ഉള്ളൂ, അപ്പോൾ എനിക്ക് ആ കുട്ടീന്ന് വിളിക്കാം. എനിക്ക് 37 ഉണ്ടല്ലോ, അപ്പോൾ ആ 30 ആകുമ്പോൾ കുട്ടി എന്ന് വിളിക്കാം, ഈസി ആയിട്ട് വിളിക്കാം. അപ്പം ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഇപ്പം നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമാണ് കേട്ടോ. വളരെ എന്താ പറയണത്, ക്ലിയർ ആയിട്ട് ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കണ്ടവരുണ്ടാവും, അല്ലാത്തവരൊന്ന് കാണുക കേട്ടോ. ശരിക്കും എനിക്കുണ്ടായിട്ടുണ്ട് ഇതേ പ്രശ്നം കുറച്ച് നാളിന് മുന്നേ. എനിക്ക് ഉറക്കത്തിൽ കണ്ണടച്ച് കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ഞാനങ്ങനെ പിറ്റേ ദിവസമൊക്കെ ECG എടുക്കാൻ പോയിട്ടുണ്ട്. രാത്രി തന്നെ സാം കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കരുതി ഞാൻ ഇപ്പം ചാകും എന്ന് കരുതി. എവിടെന്ന് ടെൻഷൻ. പക്ഷെ ടെൻഷൻ്റെ കാരണം എന്താ? ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പെണ്ണും പറയുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ട ഇതിന്, അത് വരും. ഇപ്പോൾ പക്ഷെ ഞാനത് സ്വന്തമായിട്ട് തന്നെ ഞാനത് മാറ്റിയെടുത്തുട്ടോ. എൻ്റെ പ്രശ്നം എനിക്കറിയില്ല എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിക്കുന്നവരോട് ഞാൻ ചൂടാവും. ഇതായിരുന്നു എൻ്റെ പ്രശ്നം. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവർ മനസ്സിലാക്കണം, പുള്ളിയുടെ ഹസ്ബൻഡും ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സാമിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ തന്നെ എൻ്റെ സ്വഭാവം മാറ്റിയെടുത്തതാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഒന്നിനും ഇങ്ങോട്ടേക്കില്ല, നമ്മളോട് ചൂടാവാനോ ദേഷ്യത്തിനൊന്നും വരത്തില്ല. പക്ഷേ പുള്ളിക്കാരന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രാന്താടി എന്നേ പറയത്തുള്ളൂ. അങ്ങനെയല്ല പറയേണ്ടത്. ശരിക്കും അങ്ങനെ പറയുമ്പം നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം. പലരും പല ടൈപ്പ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ലൈഫ് ആർക്കും ഉണ്ടാവത്തില്ല. മേ ബി അതായിരിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ വട്ടിനും കൂടെ നിൽക്കും, അത് മറ്റു കാര്യം. ഹോസ്പിറ്റലിൽ പോകണോ, അതായത് ECG എടുക്കണോ, ECG എടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പാതിരയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുമോ, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ആളിങ്ങനെ എന്നോട് പറയും, നിനക്ക് എന്താ പ്രശ്നം, നിൻ്റെ എന്താ പ്രശ്നം, നിനക്കൊരു പ്രശ്നമില്ലായകയാണോ നിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. അതൊക്കെ നമുക്ക് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാകും. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഫേസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ സ്ത്രീകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പക്ഷേ പുരുഷന്മാർ എക്സ്പ്രസ് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് വിഷമം വന്നാൽ നമ്മൾ എന്ത് ഫീലിങ്സ് വന്നാലും അതങ്ങോട്ട് കാണിച്ചേക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് കാണിക്കുമ്പം ആ വേണ്ടപ്പെട്ടവർക്കും കൂടെ നല്ലൊരു കൗൺസിലിംഗ് കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവർ നമുക്ക് ഭ്രാന്താന്ന് വിചാരിക്കത്തില്ലേ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് ഇതാണ്. ഈ കുപ്പിയിൽ കള്ളല്ല കേട്ടോ, ഈ കുപ്പിയിൽ കഞ്ഞവെള്ളമാണ്. കാരണം നമുക്ക് ഈ ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് നല്ലതല്ലേ കഞ്ഞിവെള്ളം കുടിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും മോരിച്ചാറും സെരക്കുട്ടിക്ക് ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. നല്ലൊരു ORS സൊല്യൂഷനാണ് കഞ്ഞിവെള്ളം കേട്ടോ. അപ്പം നമ്മൾ ഈ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ കുടിക്കാമല്ലോ. കൊച്ചിനും എനിക്കുമാണ് ഞാൻ കഞ്ഞിവെള്ളം. ഇവ വരുമ്പോൾ പിന്നെ ഇവയ്ക്ക് വേറെ എന്തെങ്കിലും ചോറും പിന്നെ കഞ്ഞിവെള്ളം ഫ്രഷായിട്ട് കൊടുക്കാമല്ലോ. അവൾ വരുമ്പോൾ വൈകിട്ടാവത്തില്ല, അപ്പം ഇത് വെക്കത്തില്ല. രാവിലെ അവൾ കഞ്ഞി കുടിച്ചിട്ടാണ് പോണത്. അതെൻ്റെ കുഞ്ഞുങ്ങളുടെ ശീലമാണ്. എനിക്കും എളുപ്പമാണ്, അവർക്കത് കുറച്ചും കൂടെ സന്തോഷമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറേ ഞാൻ കഴിച്ചോളൂ. ഇത്തിരി ഫുഡൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. കണ്ടാൽ പറയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത്തിരി ഫുഡൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിലും. എന്നാൽ കഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫുഡ് ആവശ്യത്തിന് കഴിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫുഡ്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ട്. നത്തിങ് വിൽ ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ അതിനുശേഷം നമ്മുടെ കാലറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ എന്തുമാത്രം പണികളുണ്ട്. എനിക്കൊക്കെ ഒത്തിരി പണികളുണ്ട്. എല്ലാ ചേച്ചിമാർക്കും പണികളൊക്കെ ഉണ്ടാവത്തില്ലേ. ആ പണികൾ അങ്ങോട്ട് ചെയ്യുക. ഇല്ലാതെ നമ്മൾ പട്ടിണി കിടക്കേണ്ട. പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെ രാത്രി ഇന്നലെ മഴ പെയ്തപ്പോഴേ ചെറുതായിട്ട് നമ്മുടെ കാർപ്പറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ചൊരു നാപ്പ് എടുത്തു. പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. രാത്രിയായി നല്ല പെരുമഴയാണ് കേട്ടോ. പടപടാന്ന് മഴ. ഈ മഴയത്ത് ഈ സിറ്റ് ഔട്ടിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ എൻ്റെ രസമായിരിക്കും അല്ലേ. പക്ഷേ ചായ കുടിച്ചിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല ഇടിവെട്ടുണ്ടായിരുന്നു. പണി കിട്ടും. അപ്പം നമ്മുടെ താർ എവിടെ പോയി എന്ന് ചോദിച്ച ആ വ്യക്തിയോട് താർ ഇവിടെ തന്നെ കിടപ്പുണ്ട്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം നല്ല പെരുമഴ പെയ്യുന്നു. അപ്പം നല്ല സന്തോഷമുണ്ട്. വർഷക്കാലമൊക്കെ തുടങ്ങിയെന്നൊക്കെ തോന്നുന്നു. അപ്പം എനിക്ക് ചെടി നനയ്ക്കേണ്ട, അത് ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും ഒരുപാട് അടിക്കാനൊക്കെ ഉണ്ടാവും ഇവിടെ. കാരണം ചെടിയിൽ നിന്ന് ഇങ്ങനെ ഇലകളൊക്കെ വീഴുമല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ, സീ യു, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ.